ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത മാർക്കറ്റിലെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഒരു നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമായിരുന്നു മാർക്കറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രധാനപ്പെട്ട സൂചികകളായ നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റിയൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു വെള്ളിയാഴ്ച സ്വീകരിച്ചത്. ഏതായാലും നിഫ്റ്റി 50 നോക്കുമ്പോൾ 24,837 എന്നൊരു നിലയിൽ 225 പോയിൻറ്റിൻ്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. അതായത് 0.9% ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഏകദേശം 1%ത്തിലേക്ക് അടുത്ത് നിൽക്കുന്ന ഒരു ഇടിവാണ് നമുക്ക് നിഫ്റ്റി 50യിൽ കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോഴും 56,528 എന്നൊരു നിലയിൽ 537 പോയിൻറ്റിൻ്റെ ഇടിവിൽ 0.94% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഏതായാലും നിഫ്റ്റി 50ക്കും ബാങ്ക് നിഫ്റ്റിക്കും സമാനമായി തന്നെ പല സെക്ടറൽ സൂചികയിലൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പ്രധാനപ്പെട്ട സൂചികകൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ ആ ഒരു വെള്ളിയാഴ്ചത്തെ ഒരു ക്ലോസിംഗ് നോക്കുമ്പോൾ വലിയ രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസ് ചെയ്തൊരു സൂചിക നിഫ്റ്റി മീഡിയ ആയിരുന്നു. ഏകദേശം 2.61% ഇടിവാണ് മീഡിയയിൽ കാണാൻ സാധിച്ചത്. കൂടാതെ PSU ബാങ്കിൻ്റെ സൂചികയിൽ 1.7% ഇടിവ് രേഖപ്പെടുത്തി. പിന്നീട് IT, ഓട്ടോ, മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, എനർജി തുടങ്ങിയ സൂചികകളൊക്കെ 1% മുകളിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു സ്വീകരിച്ചത്. ഏതായാലും ഫാർമ സൂചിക, ഹെൽത്ത് കെയർ ഇൻഡെക്സ് തുടങ്ങിയ സൂചികയിലാണ് ഒരു നേരിയതെങ്കിലും നമുക്കൊരു 0.5% ഒരു നേട്ടം കാണാൻ സാധിച്ചത്. ഇനി മാർക്കറ്റിൽ ഒരു NSEയിലെ സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട് വരുമ്പോൾ 3116 ഓഹരികളിലാണ് വെള്ളിയാഴ്ച ട്രേഡിംഗ് നടന്നത്. അതിൽ 591 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തി. 2350ഓളം ഓഹരികൾ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് കാഴ്ചവെച്ചത്. 175 ഓഹരികളായിരുന്നു അൺചേഞ്ച് ആയിട്ടുള്ള നിലയിൽ വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിങ്ങിൽ പ്രകടനം കാഴ്ചവെച്ചത്. ഏതായാലും മറ്റ് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു ഡാറ്റയിലോട്ട് കൂടി നമുക്ക് പോകാം. ഗ്ലോബൽ മാർക്കറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് US മാർക്കറ്റിലോട്ട് പോകുമ്പോൾ ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക് തുടങ്ങിയ സൂചിയൊക്കെ ഒരു നേട്ടത്തിലുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് S&P 500 തുടങ്ങിയ സൂചികയിൽ 0.4% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ നാസ്ഡാക്ക് 0.2% ഒരു നേട്ടത്തിലാണ് ക്ലോസിംഗ് ഉണ്ടായത്. ഏതായാലും നമ്മൾ മറ്റ് വാർത്തകളിലോട്ട് പോകുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ വ്യാപാര കരാറിലൊരു തീരുമാനത്തിലെത്തി എന്നൊരു തരത്തിലുള്ള ഒരു വാർത്തയാണ് ഷെയർ ചെയ്യാനുള്ളത്. ഏതായാലും 15% ഒരു ചുങ്കം ചുമത്തും എന്ന രീതിയിലുള്ളൊരു വാർത്തയാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. മാത്രമല്ല US സാധനങ്ങൾക്ക് നിലവിൽ യൂറോപ്പ് ഈടാക്കുന്ന ചുങ്കത്തിൽ മാറ്റം വരുത്തില്ല എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ്സ് കൂടിയുണ്ട്. മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ US-ൽ നിന്ന് $75,000 കോടി ഇന്ധനം വാങ്ങുകയും കൂടാതെ 60,000 കോടിയുടെ ഒരു മൂലധന നിക്ഷേപം US-ൽ യൂറോപ്യൻ യൂണിയൻ നടത്തും എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ ലഭ്യമായിട്ട്. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഒരു വ്യാപാര കരാറിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ആയിട്ട് നൽകാനുള്ളത്. ഏതായാലും അതിലൊരു തീരുമാനമായിട്ടില്ല എന്നുള്ളൊരു രീതിയിലുള്ള അപ്ഡേറ്റാണ് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ത്യക്കും സമാനമായി തന്നെ 15% ഒരു ചുങ്കം വരും എന്ന രീതിയിലുള്ള ഒരു അഭ്യൂഹമാണ് ഏതായാലും മാർക്കറ്റിലുള്ളത് എന്നുകൂടി ഷെയർ ചെയ്യുകയാണ്. ഏതായാലും നമുക്ക് മറ്റ് ഗ്ലോബൽ മാർക്കറ്റിലോട്ട് കൂടി പോകാം. ഏതായാലും നമുക്ക് ഇന്നലെ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റിലോട്ട് പോകുമ്പോൾ ഒരു സമ്മിശ്രമായൊരു പ്രതികരണമായിരുന്നു. ഫുഡ്സെ 0.2% ഇടിവ് രേഖപ്പെടുത്തി. ഡാക്സിലും സമാനമായി തന്നെ ഒരു ഇടിവായിരുന്നു ഉണ്ടായത്. എന്നാൽ CAC 40 0.2% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ഏഷ്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ഷാങ്ഹായ് കോമ്പോസിറ്റ് 0.24% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ഹാങ്സെങ്കിലും 0.6% ഒരു നേട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ നിക്കി 225 0.5% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിങ്ങുമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസുമായിട്ട് നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, നമുക്ക് ആദ്യം ഏതായാലും US മാർക്കറ്റിലോട്ട് തന്നെ പോകാം. US മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ വെള്ളിയാഴ്ച ഒരു ക്ലോസിംഗിൽ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു US മാർക്കറ്റ് കാഴ്ചവെച്ചത്. ഡൗ ജോൺസ് 0.4% നേട്ടം രേഖപ്പെടുത്തി. S&P 500 സമാനമായി തന്നെ ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. നാസ്ഡാക്കിൽ 0.2% നേട്ടത്തിലുള്ള ഒരു ക്ലോസിംഗുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും US മാർക്കറ്റിലെ ചില ഓഹരികൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പല ഓഹരികളിലൊക്കെ ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എസ്പെഷ്യലി ടെസ്ല ഓഹരി 3.52% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ പ്രധാനപ്പെട്ട തന്നെ മറ്റൊരു IT സെക്ടർ എന്നുള്ള ഇന്റലിൻ്റെ ഓഹരി നോക്കുമ്പോൾ 8.5% ഒരു വലിയ ഇടിവും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. US മാർക്കറ്റിൽ താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? വിഷ്ണു, നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് നോക്കുമ്പോഴേക്കും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കേസ് എടുക്കുമ്പോഴേക്കും എസ്പെഷ്യലി എടുത്തു പറയാനുള്ളത് ബാങ്കിങ് ഓഹരികളാണ്. സോ സിറ്റി ബാങ്ക്, അതുപോലെ തന്നെ JP മോർഗൻ, ബാങ്ക് ഓഫ് അമേരിക്ക, ബാങ്ക് ഓഫ് ന്യൂയോർക്ക്, മെലൻ, ബാങ്ക് ഓഫ് നോവ സ്കോഷ്യ,
മുതലായ എല്ലാ സ്റ്റോക്സിലും ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 41,100. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 41,200, 41,550, 41,950. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ താമസിക്കാതെ നമുക്ക് 41,550 നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സ് എത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. വിഷ്ണു ചൂണ്ടിക്കാണിച്ചതുപോലെ അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ടെസ്ലയുടെ സ്റ്റോക്സാണ്. ടെസ്ലയുടെ കേസിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് $342. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ടെസ്ലയുടെ സ്റ്റോക്സിലും ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കും. ഇനി കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് പോകാം. കമ്മോഡിറ്റി മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ ബ്രെൻറ്റും WTI ക്രൂഡൊക്കെ ഇന്ന് 0.5% മുകളിലൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ വീക്ക് നോക്കുമ്പോൾ ഒരു 1.5% ഒരു ഇടിവായിരുന്നു നമുക്ക് ബ്രെൻറ്റ് ക്രൂഡിൽ കാണാൻ സാധിച്ചത്. WTI ക്രൂഡിൽ വരുമ്പോൾ സമാനമായൊരു ഇടിവ് തന്നെ രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് ആണ് കാണാൻ സാധിച്ചത്. എന്നാൽ ഈ ഒരു വീക്കിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള സ്റ്റാർട്ട് ക്രൂഡിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ക്രൂഡിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? വിഷ്ണു, നമുക്ക് ക്രൂഡിന്റെ കേസിൽ കാഴ്ചപ്പാടിൽ ഒരു മാറ്റവും ഇല്ല. ക്രൂഡിന്റെ ട്രെൻഡ് സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. $65 ഇസ് ദ മേജർ സപ്പോർട്ട് ആൻഡ് $69.50 മേജർ റെസിസ്റ്റൻസ് ആയിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ലെവല് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് ശക്തമായിട്ടൊരു മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. സാറിന് ഈ ഗോൾഡിലോട്ട് വരുമ്പോൾ ഇന്നൊരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ളൊരു ട്രേഡിംഗ് ആണ്. 0.02% ഒരു നേട്ടം, നേരിയ ഒരു നേട്ടം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. 3,337 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ ഏകദേശം 6% അടുത്ത് നിൽക്കുന്ന ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഗോൾഡിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. ഗോൾഡിൽ ഇനി താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം സൈഡ് വേസുമായിട്ട് കാണുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നത് ഈ ആഴ്ച ഒരു ബുധനാഴ്ച വ്യാഴാഴ്ച ആകുമ്പോഴേക്കും നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ $3,350 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് $3,415. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് ബുള്ളിഷ്നെസ് വീണ്ടും കാണാൻ സാധിക്കും. നമുക്കിനി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഇന്ത്യൻ മാർക്കറ്റ് നോക്കുമ്പോൾ തുടർച്ചയായി ഇപ്പോൾ ഒരു 4ാമത്തെ വീക്കിലാണ് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് മാർക്കറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റി 24,837 എന്നൊരു നിലയിൽ 225 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു വെള്ളിയാഴ്ച നമ്മൾ കണ്ടത്. ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഉണ്ടായിരുന്ന മാർക്കറ്റ് സമാനമായി തന്നെ വീണ്ടും താഴോട്ട് ഇടിഞ്ഞുകൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് എടുത്തതായിട്ട് കാണുന്നത്. നിഫ്റ്റി 50യിൽ ഇപ്പോൾ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഒപ്പം താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും കണ്ട ഒരു സെൽ ഓഫിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട് നിഫ്റ്റി 50യുടെ കേസിൽ. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം പൊസിഷൻസ് മാനേജ് ചെയ്യാനായിട്ട്. നിഫ്റ്റി 50യുടെ കേസിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 24,800. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 24,700. 24,700 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ റിസ്കി ആയിരിക്കും. ഇന്നത്തെ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഷോർട്ട് ടേമിൽ ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുമെന്ന്. അതെന്തെന്നാൽ 25,300 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ ഇപ്പം നമുക്ക് നിലവിൽ കാണുന്ന ഈ ബെയറിഷ്നെസ് റിവേഴ്സ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സാറിന് ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ബാങ്ക് നിഫ്റ്റിയും സമാനമായി തന്നെ തുടർച്ചയായ 4 വീക്കിൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു എടുത്തത്. 56,528 എന്നൊരു നിലയിൽ ഏകദേശം 1% ഒരു ഇടിവ് രേഖപ്പെടുന്ന നിലയിലായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷനും കൂടാതെ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും നമുക്ക് പല ബാങ്കിങ് സ്റ്റോക്സിലും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതിനെ തുടർന്ന് ഒരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 56,200 പോയിന്റിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ഈ ഒരു ബെയറിഷ്നെസ് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ 57,300 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ഇന്നത്തെ ട്രേഡിൽ ബ്രേക്ക് ചെയ്യാനായിട്ട്.
നമുക്കൊരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിലോട്ട് പോകുമ്പോൾ ആദ്യം ചോദിക്കാനുള്ള സ്റ്റോക്ക് CDSL ആണ്. CDSLനെ സംബന്ധിച്ച് നമ്മളൊരു ട്രേഡിംഗ് നോക്കുമ്പോൾ 3.85% ഒരു ഇടിവാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. നിലവിൽ 1614 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞൊരു മാർച്ച് തുടങ്ങി തുടർച്ചയായ ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് ആയിരുന്നു സ്റ്റോക്ക് സ്വീകരിച്ചത്. ഏതായാലും വലിയ രീതിയിലുള്ള റിട്ടേൺ മാർച്ചിന് ശേഷം സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. 60% റിട്ടേൺ നൽകിയ സ്റ്റോക്ക് ഈ ഒരു മാസം നോക്കുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായിട്ട് ഒരു 10% ഇടിവ് രേഖപ്പെടുത്തിയാണ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. CDSLൽ താങ്കളുടെ ഒരു ടേക്ക് ഇനി എന്താണ്? CDSLന്റെ കേസിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ഈ 4 ട്രേഡിംഗ് സെഷൻസിലും നമുക്കൊരു സെല്ലിംഗ് കാണാൻ സാധിച്ചു. ആൻഡ് അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ 1600 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഒരു സ്റ്റോക്കിലൊരു ഷോർട്ട് കവറിങ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1660 മുതൽ 1700 രൂപ വരെ. ഇനിയുള്ളൊരു സ്റ്റോക്ക് സ്വിഗ്ഗിയാണ്. സ്വിഗ്ഗിയെ സംബന്ധിച്ച് 2.7% ഇടിവിൽ 407 എന്നൊരു നിലയിലാണ് ലാസ്റ്റ് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ഏപ്രിലിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്ന സ്റ്റോക്ക് ഒരു ബോട്ടം എടുത്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു നേട്ടം നൽകുന്ന ട്രേഡിംഗ് ആണ് കാഴ്ചവെക്കുന്നത്. മാത്രമല്ല ഈ ഒരു വാരം നോക്കുമ്പോൾ സ്വിഗ്ഗിയുടെ റിസൾട്ടുകൾ കൂടി വരാനുണ്ട്. ഏതായാലും സ്വിഗ്ഗിയെ പറ്റി താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? സ്വിഗ്ഗിയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് നമ്മൾ ഈ മാർക്കറ്റിൽ ഇത്രത്തോളം ഒരു ബെയറിഷ്നെസ് കാണുന്നതുകൊണ്ട് നമ്മുടെ കൈവശം എസ്പെഷ്യലി ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 400 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനി നമുക്കൊരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിലുള്ളത് നമ്മുടെ റിയൽറ്റി സെക്ടറിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കായ DLF ആണ്. DLFനെ സംബന്ധിച്ച് 0.32% ഒരു ഇടിവിൽ 826 ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണുന്നത്. ഒരു ഓൾ ടൈം ഹൈ നോക്കുമ്പോൾ കഴിഞ്ഞ ഏപ്രിൽ 2024 ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. അതിന് ഏകദേശം ഒരു 12% മാത്രം അടിയിലായിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. DLFൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? DLFന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് വീണ്ടും ഒരു ബൈങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 860 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കൈവശം ഓൾറെഡി ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ 810 രൂപയിൽ സ്റ്റോപ്പും മെയിൻറ്റെയിൻ ചെയ്യണം. 810ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. അടുത്തൊരു സ്റ്റോക്ക് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. 4% ഒരു ഇടിവാണ് ലാസ്റ്റ് ട്രേഡിൻ്റെയിൽ കാഴ്ചവെച്ചത്. 130 ലാസ്റ്റ് ഒരു ട്രേഡിംഗ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞൊരു മാർച്ചിന് ശേഷം നോക്കുമ്പോൾ സ്റ്റോക്ക് ഒരു 30% അടുത്ത് നേട്ടം രേഖപ്പെടുത്തിയ നിലയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെയിലിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? സ്റ്റീൽ അതോറിറ്റിയുടെ കേസിൽ മെയ് മാസത്തിന് ശേഷം നമുക്ക് ഒത്തിരി നേട്ടം ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് കഴിഞ്ഞ ഒരു 2 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് വെള്ളിയാഴ്ച നമുക്കൊരു വലിയ സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്കിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 128 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻ എടുക്കാൻ ലോ റിസ്കിൽ ഒരു അവസരം കാണാൻ സാധിക്കുന്നില്ല. സാർ, ഇനി അറിയേണ്ടത് ലോയിഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡിനെ പറ്റിയാണ്. ഏതായാലും ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ 0.56% ഒരു നേട്ടം രേഖപ്പെടുത്തി 24 എന്നുള്ളൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു മാസം സ്റ്റോക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു നിലയിലാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ലോയിഡ് എഞ്ചിനീയറിംഗിന്റെ കേസിൽ നമ്മൾ ആദ്യം തന്നെ ഓർക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ ഒരു ട്രേഡിങ്ങിന് ഒരു പൊസിഷൻ എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 65 രൂപയിലെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിലും നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ലോ റിസ്കിൽ അറ്റ് കറന്റ് ലെവൽസ് പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ഇനി നമുക്ക് ഇൻഷുറൻസ് സെക്ടറിൽ നിന്നുള്ള ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഏകദേശം 3.5% ഒരു ഇടിവായിരുന്നു ലാസ്റ്റ് ട്രേഡിൻ്റെയിൽ കാഴ്ചവെച്ചത്. 886 സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു മാർച്ചിന് ശേഷം സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു 25% നേട്ടം രേഖപ്പെടുന്ന നിലയിലാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു മാസം നോക്കുമ്പോൾ ഒരു 7% ഒരു ഇടിവും രേഖപ്പെടുത്തിയാണ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. LICയിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്?
LICയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായിട്ട് കാണുന്നത്. LICയുടെ കേസിലും നമുക്ക് വലിയൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ കാണാൻ സാധിച്ചത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 858 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് അദാനി ഗ്രൂപ്പ്സ് എന്നുള്ള അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. അതിന് വെള്ളിയാഴ്ച ഒരു 4% മുകളിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 975 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ നേരിയ തോതിലൊരു കൺസോൾട്ടേഷൻ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അദാനി ഗ്രീൻ എനർജിയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? അഡാനി ഗ്രീനിന്റെ കേസിൽ നമുക്ക് ജൂൺ മാസത്തിന് ശേഷം നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തതായിട്ടായിരുന്നു കാണാൻ സാധിച്ചത്. ആൻഡ് കഴിഞ്ഞ ആഴ്ച തുടക്കത്തിൽ നമുക്ക് ഒരു സെറ്റപ്പ് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഉണ്ടായിരുന്നു. 1060 രൂപയിലായിരുന്നു ബുള്ളിഷ് ട്രിഗർ നമുക്ക് കാണാൻ സാധിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റിലുള്ള ആ ഒരു വീക്ക്നെസ്സിനെ തുടർന്ന് വെള്ളിയാഴ്ച അഡാനി ഗ്രീനിന്റെ കേസിൽ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചിരുന്നു. അതിനെ തുടർന്ന് ആ ഒരു ബുള്ളിഷ് സെറ്റപ്പ് തൽക്കാലമെങ്കിലും നെഗേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. കൈവശം നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 920 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്ക് ഈ ആഴ്ച ആദ്യത്തെ 2-3 സെഷൻസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് വീണ്ടും 1060 രൂപ. സാറിന് ഈ ക്രാഫ്റ്റ്മാൻ ഓട്ടോമേഷൻ ലിമിറ്റഡിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 0.9% ഒരു ഇടിവിൽ 6276 എന്നൊരു നിലയിലാണ് ലാസ്റ്റ് ഒരു ക്ലോസിംഗ് പ്രൈസ് കാണുന്നത്. സ്റ്റോക്ക് കഴിഞ്ഞ ഒരു സെപ്റ്റംബർ 2024 ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്താലും അതിനുശേഷം ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക് ഈ ഒരു വർഷം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 50% ഒരു നേട്ടം രേഖപ്പെടുന്ന നിലയിലാണ് ട്രേഡ് ചെയ്യുന്നത്. മാത്രമല്ല ഒരു ഓൾ ടൈം ഹൈയുടെ അടുത്താണ് നിലവിൽ ട്രേഡ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഒപ്പം ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കിനുള്ള ഒരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഓർക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. സ്റ്റോക്കിലും നമുക്ക് കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 5700 മുതൽ 5850 ആ ഒരു റേഞ്ചിലായിരിക്കും നമ്മൾ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സാറിന് IEXൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ലിമിറ്റഡിൻ്റെ. ഏതായാലും സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞൊരു മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കഴിഞ്ഞൊരു ദിവസം വലിയ രീതിയിലൊരു 30% ഒരു ഇടിവ് രേഖപ്പെടുത്തിയായിരുന്നു സ്റ്റോക്ക് ട്രേഡിംഗ് അവസാനിച്ചത്. അതിനുശേഷം ലാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ ഏകദേശം ഒരു 10% അടുത്ത ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 145 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. IEXൽ താങ്കളുടെ ഒരു ടേക്കിന് എന്താണ്? വിഷ്ണു, IEXന്റെ കേസിൽ കഴിഞ്ഞ തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ 3 ദിവസത്തിൽ തന്നെ നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചു. അതിനുശേഷമായിരുന്നു വ്യാഴാഴ്ച നമുക്കൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് കിട്ടിയത്. ആൻഡ് അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുമുണ്ട്. നമ്മൾ വെള്ളിയാഴ്ച കണ്ടിരിക്കുന്ന ആ ഒരു റിക്കവറി ഇറ്റ് ഇസ് നോട്ട് എ ട്രെൻഡ് റിവേഴ്സൽ, അത് വെറും ഒരു ഷോർട്ട് കവറിംഗ് മാത്രം. ഈ ഒരു സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ റിസ്കി ആയിരിക്കും. നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ലോങ് പൊസിഷൻസ് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഈ സ്റ്റോക്കിൽ ഇന്നും ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 160 മുതൽ 175 രൂപ ആ ഒരു റേഞ്ചിലായിരിക്കണം സപ്പോർട്ട് റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സാറിന് ഈ സജിലിറ്റി ഇന്ത്യയുടെ വ്യൂ ആണ് അറിയേണ്ടത്. 0.92% ഇടിവിൽ 43 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഈ ഒരു ഫെബ്രുവരി തൊട്ട് കഴിഞ്ഞ ഒരു 4 മാസങ്ങളിൽ ഒരു തുടർച്ചയായി ഇടിവ് രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക് ഈ ഒരു ജൂൺ അല്ലെങ്കിൽ ഈ ഒരു മാസം നോക്കുമ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, സജിലിറ്റി വീണ്ടും ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഇതിന്റെ ഒരു പാറ്റേൺ നോക്കുമ്പോഴേക്കും ഈ വർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ നമുക്കൊരു സൈഡ് വേസ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. സോ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. 37 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കാണാൻ സാധിക്കണമെങ്കിൽ 47 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം.
സാറിന് യൂണിയൻ ബാങ്കിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 6% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. നമ്മൾ ഏതായാലും പല PSU ബാങ്കുകളിലും ആ ഒരു കഴിഞ്ഞ ട്രേഡിംഗ് ഡേയ്സ് നമുക്ക് കണ്ടാണ് ഒരു ഇടിവ് രേഖപ്പെടുന്ന നിലയിലായിരുന്നു ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. ഈ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് നോക്കുമ്പോൾ 136 എന്നൊരു നിലയിലാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് മാർച്ച് തുടങ്ങി എല്ലാ മാസവും നേട്ടം രേഖപ്പെടുത്തിയായിരുന്നു സ്റ്റോക്കിലൊരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു മാസം നോക്കുമ്പോൾ ഒരു 8% ഇടിവ് കാണാനും സാധിക്കുന്നുണ്ട്. യൂണിയൻ ബാങ്കിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? യൂണിയൻ ബാങ്കിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച തുടർച്ചയായിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചു. ആൻഡ് വെള്ളിയാഴ്ച പർട്ടിക്കുലർലി ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. സോ കറന്റ് ലെവൽസിലെ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ആസ് എ ലോങ് ടേം ഇൻവെസ്റ്റർ പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 124 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിങ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൽ 140 മുതൽ 146 രൂപ ഈ ഒരു റേഞ്ചിൽ നമ്മൾ പൊസിഷൻ വൈൻഡപ്പ് ചെയ്യാനും ശ്രമിക്കണം. സാറിന് നമുക്ക് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 3% ഒരു ഇടിവിൽ 70 എന്നുള്ളൊരു നിലയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഏപ്രിൽ, മെയ് അല്ലെങ്കിൽ ജൂൺ മാസങ്ങളിൽ നേട്ടം രേഖപ്പെടുത്തിയ സ്റ്റോക്ക് ഈ ഒരു മാസം ഈ ഒരു നോക്കുമ്പോൾ ചെറിയ രീതിയിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏതായാലും IDFC ഫസ്റ്റ് ബാങ്കിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് കൂടി തരാനുള്ളത്, ലാഭത്തിൽ ഏകദേശം 32% ഒരു ഇടിവാണ് ഇത്തവണത്തെ ഒരു Q1 രേഖപ്പെടുത്തിയതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടി നൽകുകയാണ്. ഏതായാലും ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് ഇനി എന്താണ്, എസ്പെഷ്യലി ഈ ഒരു പാദഫലത്തിന് ശേഷം എന്താണ് നമുക്ക് ഈ ഒരു ചാർട്ടിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്? IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയിരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിലും കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. യൂണിയൻ ബാങ്കിനെ പോലെ തന്നെ വെള്ളിയാഴ്ചത്തെ ട്രേഡിൽ ഈ ഒരു സ്റ്റോക്കിലും ഒരു വീക്ക് ക്ലോസിംഗ് ആയിരുന്നു നമുക്ക് നൽകിയത്. സോ ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ലോ റിസ്കിൽ ഒരു അവസരവും കാണുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 68 രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സാറിന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കലിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 2.73% ഇടിവിൽ 4552 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ നിലവിലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 16%-ൻ്റെയൊക്കെ ഇടിവ് രേഖപ്പെടുന്ന ആ ഒരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. HAL താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസിൽ മെയ് മാസത്തിന് ശേഷം നമുക്കൊരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് മാർക്കറ്റിലുള്ള ഒരു ഓവറോൾ വീക്ക്നെസ്സിനെ തുടർന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുമുണ്ട്. നമ്മൾ ലോങ് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 4290 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. സാറിന് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 2.5% ഒരു ഇടിവാണ് ഷിപ്പ്യാർഡ് രേഖപ്പെടുത്തിയത്. 1808 എന്നൊരു നിലയിലാണ് സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാർച്ചിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 50%-ൻ്റെയൊക്കെ ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന നിലയിലാണ് സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. മാർച്ചിന് ശേഷം തുടർച്ചയായി 4 മാസം നേട്ടം രേഖപ്പെടുത്തിയ സ്റ്റോക്ക് ഈ മാസമാണ് ഒരു 12%-ൻ്റെ ഒരു ഇടിവ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? ഒപ്പം താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന മറ്റ് ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? വിഷ്ണു, നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, മാസഗോൺ ഡോക്ക്, ഭാരത് ഡൈനമിക്സ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് മുതലായ ഏത് ഡിഫൻസ് സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ജൂൺ മാസത്തിന്റെ ഒരു ഫസ്റ്റ് വീക്ക് മുതൽ തന്നെ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ, പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അതിനെ തുടർന്ന് ഈ എല്ലാ സ്റ്റോക്സിലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുമുണ്ട്. നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിലും നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. കൊച്ചിൻ ഷിപ്പ്യാർഡിന് വളരെ മേജർ ഒരു സപ്പോർട്ട് 1758 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള മേജർ സപ്പോർട്ട് കാണുന്നത് 1600 രൂപയിലാണ്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. നമുക്ക് ഈ രണ്ട് സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. സാറിന് ഈ NHPCയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 2.75% ഒരു ഇടിവിൽ 83.48 എന്നുള്ളൊരു പ്രൈസിലാണ് സ്റ്റോക്ക് ക്രോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി ഒരു നേരിയ തോതിൽ ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു സ്റ്റോക്കിൽ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? NHPCയുടെ കേസിൽ ആദ്യം തന്നെ ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ ഏപ്രിൽ മാസത്തിന് ശേഷം നമുക്കൊരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ ആയിരുന്നു കാണാൻ സാധിച്ചത്.
അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് കാണുന്നത് 80 രൂപയില. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല 80ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബട്ട് ഏതായാലും നമ്മൾ ആ ഒരു ലെവലിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 2.14% ഇടിവിൽ 208 എന്നുള്ളൊരു പ്രൈസിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മികച്ചൊരു പെർഫോമൻസ് തന്നെ സ്റ്റോക്ക് കാഴ്ചവെക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു മാസം നോക്കുമ്പോൾ പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഫെഡറൽ ബാങ്കിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഫെഡറൽ ബാങ്കിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? ഫെഡറൽ ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. അറ്റ് ദ മൊമെന്റ് കയ്യിൽ പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് 202 രൂപയിലായിരിക്കണം. വീണ്ടും ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്കിൽ കറന്റ് പ്രൈസസിൽ ഒരു ലോ റിസ്ക് അവസരം കാണാൻ സാധിക്കുന്നില്ല. സാറിന് നമുക്ക് അറിയേണ്ടത് കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു വ്യൂ ആണ്. 1.21% ഒരു ഇടിവിൽ 598 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് മെയ്യിൽ ഒരു 16% ഒരു നേട്ടം രേഖപ്പെടുത്തിയതിന് ശേഷം കഴിഞ്ഞ മാസവും ഈ ഒരു മാസവും നേരിയ തോതിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? കണ്ടെയ്നർ കോർപ്പറേഷന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് 578 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ആഴ്ച നമ്മൾ ഈ സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 620. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 640. 640ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കാം. സാർ, നമ്മൾ മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡിൽ പല ഫെർട്ടിലൈസേഴ്സ് സ്റ്റോക്കിനെ പറ്റിയും നമ്മളൊരു ഡിസ്കഷൻ കഴിഞ്ഞ മാസമൊക്കെ നടത്തിയതായിരുന്നു. ആ ഒരു ഇനത്തിൽ നിന്ന് തന്നെയുള്ളൊരു സ്റ്റോക്കായ FACTയുടെ ഒരു വ്യൂ ആണ് നമുക്ക് അറിയേണ്ടത്. നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ 1.91% ഒരു ഇടിവിൽ 958 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ തുടങ്ങി സ്റ്റോക്കിൽ ഒരു മികച്ച നേട്ടം രേഖപ്പെടുത്താൻ സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 60% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. FACTയിൽ താങ്കളുടെ ഒരു ടേക്കിനി എന്താണ്? FACTയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വെള്ളിയാഴ്ചയൊക്കെ ഈ മാർക്കറ്റിൽ ഇത്രയും വീക്ക്നെസ് ഉണ്ടായിട്ട് പോലും ഈ സ്റ്റോക്കിന് കാര്യമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 930 രൂപ ആൻഡ് ആസ് എ റെസിസ്റ്റൻസ് 1000 രൂപ. ഈ ആഴ്ച 1000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷം കാണുന്ന റെസിസ്റ്റൻസ് 1100 രൂപ. സാർ, നമുക്ക് അവസാനമായൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് വിപ്രോയെ പറ്റിയാണ്. വിപ്രോയുടെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാസ്റ്റ് ഒരു ട്രേഡിംഗ് ഡേയിൽ വിപ്രോയുടെ ഒരു പ്രകടനം നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് വിപ്രോ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലയിലായിരുന്നു ഒരു ട്രേഡിംഗ് കാഴ്ചവെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത്. IT സെക്ടറിൽ നിന്നുള്ള ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? വിഷ്ണു, നമ്മൾ IT ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും IT ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ടാറ്റ കൺസൾട്ടൻസി, വിപ്രോ, HCL ടെക്നോളജി, ഇൻഫോസിസ് മുതലായ മേജർ IT സ്റ്റോക്സ് ഒക്കെ ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നതുകൊണ്ട്. ആൻഡ് വിപ്രോയുടെ കേസിലും നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 250 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ 280 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. താങ്ക് യു സാർ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും പങ്കുവച്ചതിന്. ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോ ഇപ്പോൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. സോ പ്രേക്ഷകരുടെ തന്നെ തുടരുക. സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം.